നമസ്കാരം. ഞാൻ കലാമണ്ഡലം ഗോപി. ഈ കലാമണ്ഡലം ഗോപി എന്നുള്ള പേര് വന്നത് ഒരു 20 വയസ്സിൻ്റെ ശേഷമാണ്. അതുവരെ മണാളത്തെ ഗോപി, അതായത് എൻ്റെ വീട്ടും പേര് മണാളത്തെ എന്നാണ്. ഏകദേശം ഒരു 5 വയസ്സ് ആവുമ്പോഴത്തേനും എൻ്റെ അമ്മ മരിച്ചു. അതായത് അമ്മയ്ക്ക് അസുഖമായിരുന്നു. ഈ സ്വതവേ നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ രക്തം പോക്ക്. അമ്മയ്ക്ക് ഈ അസുഖം വന്നപ്പോൾ എൻ്റെ താമസം ഒരു ചെറിയ ഗ്രാമത്തിലാണ്. കോതച്ചിറ എന്നാണ് അതിൻ്റെ പേര്. ശരിക്കും പറഞ്ഞാൽ ഒരു വൈക്കോൽപ്പര, അതായത് അന്ന് വൈക്കോൽപ്പര ആണ് ഉള്ളത്, അല്ലാണ്ട് ടെറസോ ഓടിട്ടതോ ഇതൊന്നും അല്ല അന്ന്. അപ്പോൾ അന്ന് ആ വൈക്കോൽപ്പരയിലാണ് ഞങ്ങളുടെ താമസം. അപ്പോൾ എന്തുണ്ടെന്ന് വിചാരിച്ചാൽ അമ്മ മനക്കിൽ, അതായത് ഞങ്ങളുടെ കോതച്ചിറ മനക്കിൽ, വേങ്ങാട്ടൂർ മന എന്നാണ് ആ മനയുടെ പേര്. അമ്മയതെ, മുത്തശ്ശിയതെ, ചെറിയമ്മയതെ. വേങ്ങാട്ടൂർ മന എന്ന് പറഞ്ഞാൽ ആ മനക്കിൽ ജോലി ചെയ്യുന്ന വ്യക്തികളായിരുന്നു. ഇതിൽ എൻ്റെ അച്ഛനും അവിടെ ജോലി ചെയ്തതാണ്. അതായത് വടക്കത്തെ ഗോപാലൻ നായർ എൻ്റെ അച്ഛൻ്റെ പേരാണ്. അവിടെ മണിക്കിൽ തന്നെയാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ ഈ ജോലി ചെയ്യൽ ഒരു നിസ്സാരമായിട്ടുള്ള ജോലിയൊന്നുമല്ല. ചിലപ്പോൾ നെല്ല് പൊടിക്കേണ്ടി വരും, അരിയാക്കേണ്ടി വരും, അങ്ങനെ പലതും ഉണ്ട്. അവിടെ അന്നൊന്നും കാലത്ത് ഈ മിഷ്യനോ ഇതൊന്നും അവിടേക്കില്ല. അവിടേക്കെന്ന് പറഞ്ഞാൽ ഗ്രാമമാണ്. മാത്രമല്ല അവിടേക്കൊന്നും അത് വന്നു തുടങ്ങിയിട്ടില്ല. മാത്രമല്ല വാഹനങ്ങളും അവിടെ ഇല്ല, വാഹനങ്ങളില്ലാതെ തന്നെ പറയാം. അങ്ങനത്തെ ഒരു കാലമാണ്. കാളവണ്ടി മാത്രമൊക്കെ ഉള്ളൂ. നിസ്സഹായ അവസ്ഥയിൽ, ഡോക്ടർമാരില്ല. അപ്പം നിസ്സഹായ അവസ്ഥയിലാണ് നമ്മുടെ ഈ അസുഖം വന്നതിന് ശേഷം ചികിത്സിക്കാൻ സാധിക്കാതെ വരിക. സാമ്പത്തികമായിട്ടും, അതായത് കയ്യിൽ കാശില്ലായ എന്നർത്ഥം. കാശില്ലാതെ അമ്മയ്ക്ക് വേണ്ട മാതിരി ചികിത്സ കൊടുക്കാൻ നിവൃത്തിയില്ലാതെ എൻ്റെ അച്ഛനും എൻ്റെ വീട്ടുകാരും നല്ലോണം ബുദ്ധിമുട്ടിയിരുന്നു. അപ്പോൾ അവിടുന്ന് ഈ കുന്നംകുളത്തേക്ക് വന്നാൽ ഡോക്ടർമാർ ഉള്ളൊരു സ്ഥലമുണ്ട്. അപ്പോൾ അതിനും പല സഹായം വേണം. അപ്പോൾ മനക്കിൽ നിന്ന് വല്ലതുമൊക്കെ സഹായം ചോദിച്ചിട്ട് അവരിൽ നിന്ന് കാശ് വാങ്ങിച്ചിട്ട് കൊണ്ടുപോകും. അതിന് ഡോക്ടറെ കാണിക്കും. അങ്ങനെയാണ്. അപ്പോൾ എന്തുണ്ടെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കൊരു 4 വയസ്സായി കാണുമ്പോൾ ഏകദേശം പരിചയം, അതായത് കുട്ടിപ്രായം വിട്ടു എന്ന് പറയത്തക്കതായിട്ടുള്ളൂ. അതായത് ബാല്യം തന്നെയാണ്. എങ്കിൽ പോലും 4 വയസ്സായപ്പോൾ ആണ് അമ്മയെ ആസ്പത്രിയിൽ പോയിട്ട് ഡോക്ടറെ കണ്ടിട്ട്, അതായത് കുന്നംകുളത്ത് പോയിട്ട് ഡോക്ടറെ കണ്ടിട്ട് വരുന്ന വഴി അച്ഛനും കൂട്ടിയിട്ട് വരുന്നു. അപ്പോൾ എനിക്ക് വിശന്നിട്ട് വയ്യ. സ്വതവേ മുലപ്പാലാണ് കൂടുതൽ കുട്ടികൾക്ക്, ഞങ്ങൾക്ക് ആ കാലത്ത്, എനിക്ക് മാത്രമൊന്നുമല്ല, കുട്ടികൾക്ക് എല്ലാവർക്കും അതെ, അമ്മമാർ മുലപ്പാലാണ് കൊടുക്കാറുള്ളത്, കുപ്പിപ്പാലല്ല. അപ്പോൾ ആ മുലപ്പാൽ കുടിക്കാൻ കിട്ടാത്തതിൻ്റെ വിഷമവും നല്ലോണം എനിക്കുണ്ടായിരുന്നു. അപ്പോൾ അമ്മ ഞങ്ങളുടെ അവിടെ ഈ ഗേറ്റൊന്നുമില്ല, ഒരു കടമ്പായ, അതായത് കഴിയൊക്കെ ഇട്ടിട്ടുള്ള ഒരു കടമ്പായ. ആ കടമ്പായ കിടന്നിട്ട് അച്ഛനും അമ്മയും കൂട്ടി വരുമ്പോൾ ഞാൻ ഇവിടെ വീടിൻ്റെ തിണ്ണയിൽ ഇങ്ങനെ നോക്കി ഇരുന്നിട്ട് കരയാണ്. അപ്പോൾ അവർ വേഗം വന്നിട്ട് എന്നെ വീട്ടിൽ വന്ന് കയറിയതിൻ്റെ ശേഷം എന്നെ വേഗം എടുത്തു കഴിഞ്ഞിട്ട് വെച്ചു എനിക്ക് മുലപ്പാലും തന്നു. കരച്ചിലും മാറി, എൻ്റെ കരച്ചിലും മാറി. അമ്മ എന്ന് പറഞ്ഞാൽ അതിനേക്കാട്ടിലും വലുതൊന്നുമില്ല എന്നുള്ളത് ബോധ്യപ്പെടൽ അതിൻ്റെ ശേഷമാണെങ്കിൽ പോലും അതിൻ്റെ സ്വാദ് എന്താണ് എന്നുള്ളത് അന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അതായത് ആ അമ്മയുടെ സാമീപ്യം എപ്പോഴും ഒരു മകൻ്റെ വളർച്ചയ്ക്ക് എപ്പോഴും അങ്ങേറ്റത്തെ ഒരു ബലം ആണ് എന്ന് പറയാതെ വയ്യ. അതൊക്കെ കഴിഞ്ഞിട്ട് ഒരു 5 വയസ്സായപ്പോഴേക്കും നമ്മുടെ ഈ അസുഖം കാരണം അമ്മ മരിച്ചു. അമ്മ മരിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് മുത്തശ്ശിയും ചെറിയമ്മയും ഒക്കെ തന്നെയാണ് പിന്നെ നോക്കുന്നത്. ചെറിയമ്മയാണ് കൂടുതലും. ചെറിയമ്മ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നേരെ അനിയത്തിയാണ്. അങ്ങനെ അവരാണ് കൂടുതലും നോക്കി വളർത്തി കൊണ്ടുവന്നിരുന്നത്. അപ്പോൾ ഞാൻ മൂന്നാമത്തെ മകനാണ്. മൂത്ത മകൻ എൻ്റെ നേരെ മൂത്ത ഏട്ടൻ അമ്മയുടെ മരണശേഷം ജോലിക്കായിട്ട് ചെന്നൈയിലേക്കോ, അന്ന് മദ്രാസ് എന്നാണ് പറയുക, മദ്രാസിലേക്ക് പോയി.
അവിടെ ചെന്നിട്ട് എന്താണ് ജോലിയെന്ന് ചോദിച്ചാൽ അറിയില്ല. അങ്ങനെ ആ ജ്യേഷ്ഠൻ അവിടെയാണ്. പിന്നെ ചെറിയ രണ്ടാമത്തെ ജ്യേഷ്ഠൻ പറഞ്ഞ ഭാസ്കരൻ എന്നാണ് മൂപ്പരുടെ പേര്. മൂപ്പര് അസുഖക്കാരനാണ്, അതായത് പിത്തം ആണ് മൂപ്പരുടെ അസുഖം. ഇതിനൊന്നും ചികിത്സിക്കാൻ ആളില്ല, ചികിത്സിക്കാൻ അവിടെ ഒന്നും ഡോക്ടർമാരില്ല. അപ്പോൾ അതിൻ്റെ വിഷമതകളും ഒക്കെ കാരണം കൊണ്ട് നാടൻ വൈദ്യപ്രകാരം ഓരോ നാടൻ വൈദ്യം എന്ന് പറഞ്ഞാൽ നാട്ടിലെ ഈ പഴമക്കാർ, ഞങ്ങളുടെ പൂർവികന്മാരായിട്ടുള്ള ആൾക്കാർ, അവർ ചില ഉപദേശം കൊടുത്തിട്ട് ആ ചികിത്സയൊക്കെയാണ് ഉണ്ടായിരുന്നത്. പക്ഷേ എനിക്ക് എൻ്റെ ഏട്ടൻ്റെ മരണവും അവിടെ കഴിഞ്ഞു. പിന്നെ ഞാൻ ഒറ്റയ്ക്കായി. അപ്പോൾ കൂടുതലും എന്നെ ശ്രദ്ധിച്ചിരുന്നു. അതായത് എൻ്റെ ചെറിയ മുത്തശ്ശിയും ഒക്കെ, എൻ്റെ പിന്നെ ഒരു വലിയ അമ്മാമൻ എന്ന് പറഞ്ഞൊരാളുണ്ട്, നമ്മുടെ മുത്തശ്ശിയുടെ അമ്മയുടെ ജ്യേഷ്ഠൻ. അദ്ദേഹം ഈ പറഞ്ഞ മാതിരി വീട്ടിലുള്ളപ്പോൾ എപ്പോഴും എന്തെങ്കിലുമൊക്കെ പണിക്ക് പോയിട്ട് വന്നിട്ട് എന്തെങ്കിലും കൊണ്ടുവരും. അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ ജീവിതം നടത്തും. ഈ ജീവിതത്തിൻ്റെ ഒരു വിഷമത എന്താണെന്ന് പറഞ്ഞാൽ പ്രാരാബ്ധം വീട്ടിൽ, അതായത് ഭക്ഷണത്തിന് പോലും വകയില്ലാത്ത ഒരു പ്രാരാബ്ധം ഞങ്ങളുടെ വീട്ടിൽ ധാരാളം ഉണ്ടായിരുന്നു. 4-ാം വയസ്സിൽ 4 വയസ്സായപ്പോൾ, അതായത് അമ്മ മരിച്ചു കഴിഞ്ഞിട്ട് തന്നെ പറയാം, മരിച്ചു കഴിഞ്ഞിട്ട് സ്കൂളിൽ കൊണ്ടുപോയി ചേർത്തു. അന്നൊക്കെ സ്വതവേ ഈ 5 വയസ്സായതിന് ശേഷമേ ചേർക്കാൻ പാടുള്ളൂ. പക്ഷേ സ്കൂളിൽ ഇത് മാനേജ്മെൻറ്റാണ്. അപ്പോൾ സ്കൂളിൽ കുട്ടികളെ തികയ്ക്കാൻ വേണ്ടിയിട്ട് അധ്യാപകർ നടന്ന് ഓരോരോ വീട്ടിലും നടന്നിട്ട് കുട്ടികളെ കൊണ്ടുവരിക, വെച്ചാൽ സ്കൂളിൽ ചേർക്കാൻ പറയും. അങ്ങനെ ചേർത്തി. അങ്ങനെ 4 വയസ്സിൽ എന്നെ സ്കൂളിൽ ചേർത്തി. ആ 4 വയസ്സിൽ ചേർത്തി കഴിഞ്ഞിട്ട് 8 വയസ്സ് വരെ, അതായത് 4-ാം ക്ലാസ് വരെ അവിടെ സ്കൂളിൽ പഠിച്ചു. ആ 4-ാം ക്ലാസ് വരെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ നാട്ടിലിപ്പോൾ ഈ മന എന്ന് പറഞ്ഞല്ലോ, ഈ മനക്കിൽ ജോലിക്കാരാണ് എന്ന് പറഞ്ഞല്ലോ, അവിടുത്തെ ഞങ്ങളുടെ മനക്കിലത്തെ 5-ാമൻ എന്ന് പറയും, 5-ാം തമ്പുരാൻ എന്നാണ് ഞങ്ങളൊക്കെ വിളിക്കുക. 5-ാം തമ്പുരാൻ എൻ്റെ അച്ഛനോട് എൻ്റെ അച്ഛനോടല്ല, അവിടെ ഓട്ടംതുള്ളലിൻ്റെ ആശാനായിരുന്നു. അതായത് പരമേശ്വരൻ നമ്പീശൻ എന്ന് പറയും, പുഷ്പകത്ത് പരമേശ്വരൻ നമ്പീശൻ, കൂവപ്പുള്ളി പുഷ്പകത്ത് പരമേശ്വരൻ നമ്പീശൻ എന്ന് പറഞ്ഞ വ്യക്തി ഓട്ടംതുള്ളക്കാരനാണ്. നല്ല കേമനാണ്. പക്ഷേ ഈ കോതരയ്ക്കിൽ അവിടെ അങ്ങനെ പ്രാഗൽഭ്യം തെളിയത്തക്കതായിട്ട് ഒന്നുമില്ല ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ആ ഓട്ടംതുള്ളൽ പഠിപ്പിക്കണം എന്നുള്ളത് ഈ 5-ാം തമ്പുരാൻ പറഞ്ഞ ആൾക്ക് തോന്നി. ഓട്ടംതുള്ളൽ കുറച്ച് കുട്ടികളെ പഠിപ്പിക്കാം എന്ന്. അങ്ങനെ ഈ പരമേശ്വരൻ നമ്പീശൻ എന്ന് പറഞ്ഞ വ്യക്തിയോട്, ഗുരുനാഥനോട് പറഞ്ഞു, ഈ കുറച്ച് കുട്ടികളെ നമുക്ക് ഓട്ടംതുള്ളൽ പഠിപ്പിക്കുക എന്ന് പറഞ്ഞു. ഈ ഗുരുനാഥൻ എന്ന് പറഞ്ഞ പരമേശ്വരൻ നമ്പീശൻ കുട്ടികളെ കണ്ട കൂട്ടത്തിൽ എന്നെ കണ്ടു. എന്നെ കണ്ടിട്ട് പറഞ്ഞു, എൻ്റെ അച്ഛൻ്റെ പേര് പറഞ്ഞ ഗോപാലൻ എന്നാണ്. ഗുരുനാഥൻ പറഞ്ഞു, ഗോപാലൻ നായരെ, നിങ്ങളുടെ മകനെ, അതായത് ഗോപിയെ തുള്ളൽ പഠിപ്പിക്കാൻ വിടണം എന്ന് പറഞ്ഞു. അത് തമ്പുരാൻ പറയും എന്നും പറഞ്ഞു. 5-ാം തമ്പുരാൻ വിളിച്ച് പറഞ്ഞു, ഗോപിയും കൂടി പറഞ്ഞയക്കണം ഗോപാല എന്ന് പറഞ്ഞു. അങ്ങനെ ആ സ്കൂൾ പഠിപ്പ് ഈ 4-ാം ക്ലാസ്സിൽ പാസ്സായപ്പോൾ അതവിടെ നിർത്തി കഴിഞ്ഞിട്ട് ഈ ഓട്ടംതുള്ളൽ പഠിക്കാൻ പോയി. അപ്പോൾ ഞാനുണ്ട് ഈ ഓട്ടംതുള്ളൽ പഠിക്കാൻ. ഞങ്ങൾ അന്ന് 6 ആളുണ്ടായിരുന്നു. ഇതിൽ 6 ആളെന്ന് പറഞ്ഞത് ഒന്ന് ഞാൻ, പിന്നെ ഒന്ന് അയൽവാസി ആയിട്ടുള്ള അയാളുടെ പേര് ഗോപി തന്നെയാണ്, അയാളുണ്ടായിരുന്നു. പിന്നെ വേറെയും 2 പേരുണ്ടായിരുന്നു. അത് കൂടാതെ ഗുരുനാഥൻ്റെ, അതായത് പരമേശ്വരൻ നമ്പീശൻ്റെ മകനും മരുമകനും, അതായത് കേശവൻ നമ്പീശൻ, അങ്ങനെ ഇത്രയും പേര് അതിലുണ്ടായിരുന്നു. അതിൽ നിന്ന് ഈ ഓട്ടംതുള്ളൽ ആയാലും വേറൊരു കാര്യം എന്താ വെച്ചാൽ, സ്വതവേ ഈ ചവിട്ടി ഉഴിച്ചിൽ അതൊക്കെ ഉണ്ട്. ഈ ഉഴിച്ചിൽ വന്നപ്പോൾ എന്തുണ്ട്, മറ്റുള്ളവർക്കൊക്കെ ആ വേദന സഹിക്കാൻ വയ്യാതെ അവർ എല്ലാവരും അവിടുന്ന് ഒഴിഞ്ഞു പോയി. പിന്നെ ഞാനും ഗുരുനാഥനായിട്ടുള്ള പരമേശ്വരൻ നമ്പീശൻ്റെ മകനും മരുമകനായിട്ടുള്ള കേശവൻ നമ്പീശനും ആണ് ബാക്കി ഉണ്ടായിരുന്നത്. പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ഉഴിച്ചിൽ എന്ന് പറഞ്ഞില്ലേ, ഈ ഉഴിച്ചിൽ എല്ലാവർക്കും സഹിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷേ ഞാനൊക്കെ സഹിച്ചു പറഞ്ഞെങ്കിൽ എനിക്ക് വേദനയൊക്കെ നല്ലോണം ഉണ്ടായിരുന്നു. അതെല്ലാം തരണം ചെയ്ത് ഞാൻ അതിൽ തന്നെ അവിടെ നിന്നു.
അപ്പോൾ നേരത്തെയും പറഞ്ഞല്ലോ. അപ്പോൾ അവിടെ എന്തുണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഗുരുകുല വിദ്യാഭ്യാസത്തിൻ്റെ ഛായയിൽ ആണ് ഭക്ഷണമൊക്കെ അവിടെ കിട്ടും. അതായത് ഗുരുനാഥൻ്റെ വീട്ടിൽ കിട്ടും. അങ്ങനെ ആ ഭക്ഷണം അവിടെ കിട്ടൽ കാരണം കൊണ്ട് അത് ഒഴിവാക്കിയിട്ട് പോകാൻ വയ്യ എന്നുള്ള നിലയ്ക്ക് അവിടെ തന്നെ നിന്നു. ആ നിന്നതിൻ്റെ കൂട്ടത്തിൽ ഒരു അരങ്ങേറ്റം, തുള്ളൽ അരങ്ങേറ്റം ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ, ഒരു കൊല്ലം കഷ്ടി ആയിട്ടുണ്ട്. അപ്പോൾ അരങ്ങേറ്റം കഴിക്കാം എന്ന് തീരുമാനിച്ചു. എന്നെ കോതച്ചിറയിൽ ചിറക്കിൽ തേവർ എന്ന് പറഞ്ഞിട്ട് ഒരു ക്ഷേത്രമുണ്ട്. ഇപ്പം അത് വിഷ്ണു ക്ഷേത്രം എന്നാണ് എൻ്റെ പേര്. ആ ചിറക്കിൽ തേവരുടെ മുമ്പിൽ ഒരു ഗോപുരമുണ്ട്. ഗോപുരത്തിൻ്റെ 2 ഭാഗത്ത് സ്റ്റേജുണ്ട്. സ്റ്റേജ് അത് കഥകളിക്കോ അല്ലെങ്കിൽ മറ്റുള്ള കലകൾക്കോ ഒന്നുമല്ല, 2 സ്റ്റേജ് അവരുണ്ടാക്കിയിട്ടുണ്ടെന്ന് അർത്ഥം. അമ്പലം പണിയുന്ന ആൾക്കാരുണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരു ഭാഗത്ത് ഈ തുള്ളൽ അരങ്ങേറ്റം നടത്താം എന്ന് തീരുമാനിച്ചു. അപ്പോൾ ഇതിൻ്റെ അരങ്ങേറ്റമാണ്. ആ അരങ്ങേറ്റം കഴിഞ്ഞപ്പോൾ ഈ 5-ാം തമ്പുരാൻ ആദ്യമായിട്ട്, അതായത് എനിക്ക് ആദ്യമായിട്ട് ഒരു ഓണപ്പട തന്നു. അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നത് ആലോചിച്ച് നോക്കുമ്പോൾ എന്തെന്നില്ലാത്തൊരു സന്തോഷം. അന്നത്തെ കാലത്ത് ഒരു ഓണപ്പട കിട്ടുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര അത്ഭുതമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അത് കിട്ടിയതിനെ സംബന്ധിച്ച് വലിയ സന്തോഷമായി. ഞാനത് ഗുരുനാഥൻ്റെ കാക്കിൽ വയ്ക്കുകയും ചെയ്തു. അപ്പോൾ അദ്ദേഹം അത് എനിക്ക് തന്നെ തന്നു. എന്തായാലും അന്നാണ് ആ അരങ്ങേറ്റം കഴിഞ്ഞിട്ട് ഒരു ഓണപ്പടമാണ് കിട്ടുന്നത്. ഞാൻ ആദ്യം ഈ അരങ്ങേറ്റത്തിന് പഠിച്ചത് മാർക്കാണ്ഡേയ ചരിതം എന്നാണ്. അതായത് അന്തകവധം എന്നും പറയും. അങ്ങനെ വളർന്ന് വന്നിട്ട് എന്തുണ്ടായി എന്ന് വിചാരിച്ചാൽ മിക്ക പട്ടാമ്പിയൊക്കെ ചില അമ്പലങ്ങളുണ്ട്, എല്ലാം ഗുരുനാഥൻ നിശ്ചയമുള്ളതാണ്, അവിടേക്കൊക്കെ കൊണ്ടുപോകും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് തുള്ളൽ പഠിപ്പിച്ചത് മതി. 2 കൊല്ലം അപ്പോഴേക്കും തുള്ളൽ പഠിപ്പിച്ചത് മതി, ഇനി നിർത്തിക്കോളൂ എന്ന് 5-ാം തമ്പുരാൻ ഈ ഗുരുനാഥനോട് പറഞ്ഞു. അങ്ങനെ ഗുരുനാഥൻ പറഞ്ഞു എന്നാൽ നീ നിർത്തുക എന്നും പറഞ്ഞിട്ട് നിർത്തി കഴിഞ്ഞപ്പോൾ എന്നെ സംബന്ധിച്ച് ഈ ഗുരുനാഥൻ്റെ മനസ്സിൽ തോന്നിയതായിരിക്കണം. അവന് ഗോപിയെ വെറുതെ വിടാൻ വയ്യ. ഗോപിയെ എന്തെങ്കിലും കലയിൽ കൊണ്ടുപോയി ചേർക്കണം. അതെന്താണ് വേണ്ടത് എന്ന് ആലോചിച്ച് കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ തൊട്ടടുത്തൊരു വാര്യത്തുണ്ട്. ആ വാര്യത്തു നിന്ന് കല്യാണം കഴിച്ചിട്ടുള്ളത് നാറിയേരി മണിക്കിലെ അടുത്തുള്ള ഒരു വാര്യത്തു നിന്ന് ഒരു വാരരാണ് വന്ന് കല്യാണം കഴിച്ചിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹത്തിനോട് ഇതിനെ സംബന്ധിച്ച് ചോദിച്ചപ്പോൾ അപ്പോൾ നാറിയേരി മന എന്നാൽ കൂടല്ലൂർ മന എന്നാണ് പേര്, പക്ഷേ നാറിയേരി മന എന്നാണ് പറയുക. അപ്പോൾ അദ്ദേഹത്തിനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇങ്ങനെ നാറിയേരി മനിക്കിൽ കഥകളി പഠിപ്പിക്കുന്നുണ്ട്, അപ്പോൾ അവിടെ അവനെ കൊണ്ടുപോയി ചേർക്കാൻ പറ്റുമോ എന്ന് നോക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ശരി എന്നാൽ നോക്കാം എന്നും പറഞ്ഞിട്ട് ഈ നാറിയേരി മനിക്കിലടുത്തുള്ള വാര്യത്തു നിന്ന് വന്നിട്ടുള്ള ആ വാരരും ഗുരുനാഥനും എൻ്റെ അച്ഛനും ഒക്കെ കൂടിയിട്ട് നാറിയേരി മനിക്ക് ചെന്നിട്ട് ഈ വിവരം അങ്ങനെ ഓട്ടംതുള്ളൽ പഠിച്ചിരുന്നതാണ്. അപ്പോൾ 10 വയസ്സേ ആയിട്ടുള്ളൂ. ആ 10 വയസ്സിലാണ് ഇപ്പോൾ ഇത് കാണുന്നത്. അപ്പോൾ ശരി എന്ന് അവനെ ഇവിടെ നിർത്തിക്കോളൂ, നോക്കട്ടെ എന്നും പറഞ്ഞു. അങ്ങനെ അവിടെ നാറിയേരി മനിക്കിൽ കഥകളി പഠിക്കാനായിട്ട് ചേർന്നു. ആ നാറിയേരി മനയുടെ തൊട്ടടുത്തുള്ള പ്ലാക്കാട്ടിരി എന്ന് പറഞ്ഞ സ്ഥലത്ത് രാമകൃഷ്ണൻ എന്ന് പറഞ്ഞിട്ട്, അതായത് വടക്കേപ്പാട്ട് രാമകൃഷ്ണൻ എന്ന് പറഞ്ഞിട്ട് ഒരാൾ മൂപ്പര് കഥകളി പഠിച്ചുകൊണ്ട്, അതായത് അമ്മയ്ക്ക് അവർക്ക് 2ാമത്തെ കൊല്ലമായി. ഞാൻ 2ാമത്തെ കൊല്ലത്തിലാണ് ഞാൻ ചെന്ന് ചേരുന്നത്. അപ്പോൾ ഒന്ന് രാമകൃഷ്ണൻ അങ്ങനെ ഉണ്ട്. പിന്നെ അവിടെ മനക്കിൽ തൊട്ടടുത്ത് തന്നെ മേനാത്ത ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞിട്ടൊരാളുണ്ട്, അയാളും അവിടെ. പിന്നെ കറ്റശ്ശേരി സരോജിനി, അതേമാതിരി തന്നെ നാറിയേരി മണിക്കലത്തെ ഒരു നാരായണിക്കുട്ടി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ 2 സ്ത്രീകളും ഇവരും, പിന്നെ പൊട്ടക്കുഴി നമ്പൂരി എന്ന് പറഞ്ഞൊരാളും, പിന്നെ പോതായത്ത് നമ്പൂരി എന്ന് പറഞ്ഞൊരാൾ. ഇത്രയും പേരാണ് അവിടെ പഠിക്കുന്നത്. അതിലേക്കാണ് ഞാൻ ചെന്ന് ചേർന്നു. ആദ്യം തന്നെ അവിടെ ഇപ്പോൾ ഈ ഉഴിച്ചിലൊക്കെ ഉണ്ട്, നല്ല ഉഴിച്ചിലും ഉണ്ട്. കഥകളി ഉഴിച്ചിലാണ്. മറ്റത് ഓട്ടംതുള്ളലിൻ്റെ ഉഴിച്ചിലായിരുന്നു. ഏകദേശം കഥകളിയുടെ ചായയാണെങ്കിലും ഇത്ര അധികം കഠിനമായിരുന്നില്ല. പക്ഷേ കഥകളി ഉഴിച്ചിലിനെ
നാല് തിരിക ഒക്കെ വെച്ചിട്ടുള്ള ഒഴിച്ചിലാണ്. ആ ഒഴിച്ചിൽ സഹിക്കാൻ വയ്യാത്തതായിരുന്നു. പക്ഷേ ആ സഹിക്കാൻ വയ്യാത്തതായാലും സാരമില്ല, അവൾ സഹിച്ച് കഴിച്ചു കൂട്ടി. അപ്പോൾ രാവിലെ എന്തുണ്ടെന്ന് ചോദിച്ചാൽ എനിക്ക് കഥകളിക്ക് വന്നപ്പോഴേക്കും അത് തുള്ളലുണ്ടായിരുന്നില്ല. കഥകളിക്ക് വന്നപ്പോഴത്തേനും രാവിലെ ഒരു 2:30 മണി 3 മണിക്ക് ഉണർന്നു കഴിഞ്ഞിട്ട് കണ്ണ് സാധകം അങ്ങനെ ഒന്നുണ്ട്. ആ കണ്ണ് സാധകം കഴിഞ്ഞിട്ട് വേണം മേലെ മുഴുവൻ എണ്ണ പുരട്ടിയിട്ട് മെയ് സാധകം അങ്ങനെയൊക്കെ കഴിഞ്ഞിട്ട് ഈ ഉഴിച്ചിൽ തുടങ്ങുന്നത്. ആ ഉഴിച്ചിൽ തുടങ്ങിക്കഴിഞ്ഞെങ്കിൽ സമയം നോക്കിക്കൊണ്ടൊന്നുമല്ല ഗുരുനാഥന് അന്ന് പഠിപ്പിക്കുന്നത്, കഥകളി പഠിപ്പിച്ചിരുന്നത് തേക്കുംകാട്ടിൽ രാവുണ്ണി നായർ എന്ന് പറഞ്ഞ വ്യക്തിയാണ്. അദ്ദേഹം സ്വതവേ പട്ടിക്കാന്തൊടി രാവുണ്ണി മേനോനാശാൻ്റെ പ്രഥമ ശിഷ്യനും പ്രധാന ശിഷ്യനുമാണ്. അപ്പോൾ അദ്ദേഹം തന്നെയാണ് തമ്പുരാനെ നിർബന്ധമായിട്ട് കൊണ്ടുവന്നിട്ട് പഠിപ്പിച്ചിരുന്നത്. ഈ തമ്പുരാൻ വെച്ചാൽ നാളേരി മനക്കിലത്തെ അച്ഛൻ തമ്പുരാൻ എന്നാണ് പറയുക അദ്ദേഹത്തിൻ്റെ പേര് കുഞ്ചു എന്നാണ്. പക്ഷേ അദ്ദേഹത്തിനെ മറ്റേ അച്ഛൻ തമ്പുരാൻ എന്നാണ് പറയുക. അദ്ദേഹം ഈ പഠിപ്പിക്കലും അങ്ങനെയായിട്ട് എന്തുണ്ടെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം ചൊല്ലിയാടുക എന്ന് പറഞ്ഞാൽ പദം പഠിച്ചു കഴിഞ്ഞിട്ട് മുദ്രയൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് വെച്ചാൽ അത് കഥകളിക്ക് ചൊല്ലിയാടുക എന്നൊരു പേരുണ്ട്. ആ പേരാണ് ഇപ്പോൾ ഈ പറഞ്ഞ ചൊല്ലിയാടുക എന്നുള്ളത്. പഠിച്ചത് കാണിക്കാൻ നൃത്തത്തോട് കൂടിയിട്ട്, അതായത് പല, അപ്പോൾ അത് കാണിക്കാൻ, അതായത് ക്രിമീരവധത്തിൽ കൃഷ്ണനാണ് പഠിപ്പിച്ചിരുന്നത്. അപ്പോൾ അന്ന് ഈ കൃഷ്ണൻ പഠിപ്പിക്കുമ്പോൾ നല്ല, അതായത് ഒരു വില്ലുണ്ട് അവിടെ. വില്ല് ഞങ്ങളുടെ ഈ ആയുധങ്ങളിൽ പെട്ടതാണ് വില്ല്, അമ്പ്, വാള് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ തമ്പുരാൻ നേരെ മുമ്പിൽ കോസിലിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ ആ കോസിലിട്ട് കിടക്കുമ്പോൾ അപ്പോഴാണ് രാവുണ്ണി നായർ ആശാൻ ഈ കൃഷ്ണനെ ചൊല്ലിയാടിപ്പിക്കുമ്പോൾ പഴച്ചിട്ട് ആ വില്ലുകൊണ്ട് കുറേ അടി, ഭയങ്കര അടി. അപ്പോൾ ഇത് കണ്ടിട്ട് സഹിക്കാൻ വയ്യാണ്ട് തമ്പുരാൻ അവിടുന്ന് പോയി കഴിഞ്ഞിട്ട് ആ കഥകളി അവിടുത്തെ പഠിപ്പിക്കൽ കഴിഞ്ഞപ്പോൾ വിളിച്ചു ഗുരുനാഥനെ, രാവുണ്ണി നായർ ആശാനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ അടിച്ചിട്ട് പഠിപ്പിക്കണ്ട, വേണമെന്നില്ല എന്ന് പറഞ്ഞു. അദ്ദേഹം അതുകൊണ്ട് പിണങ്ങിയിട്ട് പോയി. രാവുണ്ണി നായർ ആശാൻ പിണങ്ങിപ്പോയപ്പോൾ തൽക്കാലം അതിന് ശങ്കരൻകുട്ടി പണിക്കർ, കാവുങ്കൽ ശങ്കരൻകുട്ടി പണിക്കർ, പ്രസിദ്ധനാണ് ആൾ, വന്നു പഠിപ്പിക്കാൻ. അദ്ദേഹം നന്നായിട്ട് പഠിപ്പിക്കുകയും ചെയ്യും. അദ്ദേഹം പിടിമുടുക്കനുമാണ്, വെച്ചാൽ നല്ല ദേഷ്യമാണ്, നല്ല ഉശിരുമാണ് ഒക്കെ. അദ്ദേഹത്തിൻ്റെ അടുത്തും കുറച്ച് പഠിച്ചു. പഠിച്ചു കഴിഞ്ഞിട്ട് പിന്നെ അത് അവിടെ വേണ്ടാന്ന് വെച്ചു. അതായത് കഥകളി പഠിപ്പിക്കൽ വേണ്ടാന്ന് വെച്ചു. അതോടുകൂട്ട് എന്തുണ്ടായെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പിന്നെ വീട്ടിലേക്ക് വെറുതെ പോന്നു. അതായത് ഒന്നുമില്ലാതെ വീട്ടിൽ വന്നു കഴിഞ്ഞിട്ട് ഞാൻ ആദ്യം പഠിച്ചിരുന്ന സ്കൂളിലേക്ക് പോയി. സ്കൂളിൽ ചെന്നപ്പോൾ ഹെഡ് മാഷ് പറഞ്ഞു, അതായത് ഒരു 5 ക്ലാസ് വരെ ഉള്ളൂ അവിടെ. അപ്പോൾ എന്നോട് പറഞ്ഞു, ഇനിയിപ്പോൾ നിനക്ക് ഇവിടെ ചേരാൻ പറ്റില്ല, നീ ഒരു കാര്യം ചെയ്തോ, 5-ാം ക്ലാസ്സിൽ ഇരുന്ന് പഠിച്ചോ എന്ന് പറഞ്ഞു. അത് പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ അവിടെ 5-ാം ക്ലാസ്സിൽ ചെന്നിരുന്നു. 5-ാം ക്ലാസ്സിൽ ചെന്നിരുന്നിട്ട് പഠിക്കൽ തുടങ്ങി. ഒരു കൊല്ലം അങ്ങനെ പോയി. ആ കാലത്താണ് കലാമണ്ഡലത്തിൽ ഒരാളെ എടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് കലാമണ്ഡലം നമ്പീശൻ്റെ, ഞാൻ പറഞ്ഞില്ലേ ഓട്ടംതുള്ളൽ ഗുരുനാഥൻ്റെ അനിയനാണ് കലാമണ്ഡലം നമ്പീശൻ എന്ന് പറഞ്ഞുള്ള വ്യക്തി. അദ്ദേഹത്തിൻ്റെ ഉപദേശപ്രകാരം എന്നെയും കൊണ്ട് കലാമണ്ഡലത്തിലേക്ക് വിദ്യാർത്ഥിയായിട്ട് ചേരാൻ വേണ്ടിയിട്ട് കൂടല്ലൂർ മണിക്കൽ അച്ഛൻ തമ്പുരാൻ്റെ ഒരു കത്തുമായിട്ട് അങ്ങോട്ട് ചെറുതുരുത്തി കേരള കലാമണ്ഡലത്തിലേക്ക് ഞങ്ങൾ അങ്ങോട്ട് പോയി.